जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोधानंदन व्रज जन रंजन। यशोधानंदन व्रज जन रंजन। यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। हरे कृष्णा कृष्ण कृष्णा हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे। हरे राम 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 हरे हरे। जय प्रभुपादा प्रभुपादा श्रील प्रभुपादा। जय गुरुदेवा गुरुदेवा जय गुरुदेवा। नित्य गौर हरि बोल हरि बोल हरि बोल। नित्य गौर हरि बोल नित्य गौर हरि बोल हरि बोल हरि बोल। नित्य गौर हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते भुवेश भुविगा कान्द राधाकान्द नमोस्तुते। सप्तकाञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी
പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ അധ്യായം 6 ധ്യാനയോഗം ആരംഭിക്കുകയാണ്. ധ്യാനയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഷ്ടാംഗയോഗത്തിന് പറയുന്ന വേറൊരു പേരാണ്. അപ്പോ ഗീതാ മഹാത്മ്യത്തില് അതിനെപ്പറ്റിയൊരു കഥ പറയുന്നുണ്ട്. അതായത് ഗോദാവരിയുടെ തീരത്ത് ഒരു ജനശ്രുതി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. വളരെ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യജ്ഞങ്ങളും ദാനങ്ങളും ഇതൊക്കെ നിരന്തരം, അദ്ദേഹത്തിന്റെ കൊട്ടാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദാസമയം അഗ്നികുണ്ഡം അങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കലും അഗ്നി അണയേയില്ല. അത്രയധികം യജ്ഞങ്ങൾ, മണിക്കൂർ കണക്കിന് അങ്ങനെ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ജനശ്രുതി എന്ന് പറയുന്ന രാജാവ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രശസ്തി അത് അങ്ങനെ ദേവലോകത്ത് വരെ എത്തി. അപ്പൊ അങ്ങനെ ഈ ദേവന്മാരെല്ലാവരും ഈ അരയന്നങ്ങളുടെ രൂപത്തില് ഈ ഇദ്ദേഹത്തിന്റെ ആ കൊട്ടാരത്തിന് മുകളിൽ അങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് 2 അരയന്നങ്ങൾ അങ്ങനെ കൂട്ടം തെറ്റി അങ്ങനെ വേറെ വഴിക്ക് പറക്കാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ള അരയന്നങ്ങള് അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കൂട്ടം തെറ്റി ആ കൊട്ടാരത്തിന്റെ മുകളിൽ ചെന്ന് പെടരുത്, കാരണം രാജാവ് അത്രയും ശക്തിമാനാണ്, ചിലപ്പോൾ നിങ്ങളെ അമ്പെയ്ത് വീഴ്ത്തിക്കളയും എന്ന് പറഞ്ഞപ്പോ ഈ 2 അരയന്നങ്ങള് പറയാണ്, എന്തായാലും ഈ രാജാവ് ഈ രൈവക മഹർഷിയെ പോലെ അത്രയും ശക്തിമാനൊന്നും ആവില്ലല്ലോ. അങ്ങനെയുള്ള ആ രൈവക മഹർഷിയുടെ ആശ്രമത്തിൽ വരെ ഞങ്ങൾ പോയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോ രാജാവ് ഇത് കേട്ടു. രാജാവിന് പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ്. രാജാവ് ഈ അരയന്നങ്ങൾ പറയുന്നത് കേട്ടു. അപ്പൊ അദ്ദേഹത്തിന് ഈ രൈവക മഹർഷിയെ കുറിച്ച് അറിയാനായിട്ട് വളരെ അതിയായിട്ടുള്ള താല്പര്യം തോന്നിട്ട് അങ്ങനെ തന്റെ തേരാളിയെ വിളിച്ചിട്ട് പറയാണ്, മഹാ, നീ പോയിട്ട് അന്വേഷിക്ക്, ഈ ഭൂമണ്ഡലത്തിൽ എവിടെങ്കിലും ഇങ്ങനെ ഒരു രൈവക മഹർഷി എന്ന് പറയുന്ന മഹർഷി ഉണ്ടെന്നുള്ള അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അനുവിടുകയാണ്. അപ്പൊ മഹൈ, കാശി, ഗയ, മധുര, രാമേശ്വരം, ദ്വാരക, അയോധ്യ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി ഇദ്ദേഹത്തിന് അതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന അവസാനം കാശ്മീര് ഭാഗത്തെത്തിയപ്പോഴ് അവിടെ ഒരു മണികേശ്വർ എന്ന് പറയുന്ന ഒരു മഹാദേവ ക്ഷേത്രം. അപ്പൊ അതിന്റെ ആ വാതിൽക്കല് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു മഹർഷി ഇതുപോലെ ധ്യാനത്തിലിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് പിടിച്ചപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ രൈവക മഹർഷി എന്നുള്ളത് മനസ്സിലായിട്ട് അദ്ദേഹത്തിന് പോയിട്ട് ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്ത് സേവന ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സേവനത്തിന്റെ യാതൊരു ആവശ്യമില്ല, കാരണം ഞാൻ പൂർണ്ണ തൃപ്തനാണ്, ഒരു സേവനവും വേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ ഈ അദ്ദേഹത്തിനെ കണ്ട സന്തോഷത്തിൽ തിരിച്ചു വന്ന് ഈ ജനശ്രുതി രാജാവിനോട് വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. അപ്പൊ ജനശ്രുതി രാജാവിനും ഈ രൈവക മഹർഷി കാണണം എന്നുള്ള താല്പര്യം ഉണ്ടായിട്ട് അങ്ങനെ ഈ മഹയും കൂട്ടിക്കൊണ്ട് വീണ്ടും കാശ്മീരിലേക്ക് വരുമ്പോ ഒരുപാട് ഉപഹാരങ്ങളും സ്വർണമാലകളും രത്നം, പവിഴം, അങ്ങനെ ഒരുപാട് ഈ ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം കൊണ്ട് അങ്ങനെ രൈവക മഹർഷിയുടെ മുമ്പിൽ വന്നിട്ട് ഇതിന് നമസ്കാരം ചെയ്തിട്ട് അങ്ങനെ ഇത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ രൈവക മഹർഷിക്ക് പെട്ടെന്ന് കോപം വന്നു. ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് ആരാ പറഞ്ഞത്, നിനക്ക് ഇത്രയും വിവരമില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്ത പറഞ്ഞു. എനിക്ക് ഇതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല, ഞാൻ പൂർണ്ണ തൃപ്തനാണ് എന്ന് പറഞ്ഞു. അപ്പോ താൻ ചെയ്ത തെറ്റ് മനസ്സിലായിട്ട് അങ്ങനെ ഈ രാജാവ് മാപ്പ് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള ഈ തീന്തിര്യമായിട്ടുള്ള ഈ അറിവ്, അതിൽ നിന്ന് അങ്ങേക്ക് കിട്ടുന്ന ആ ആനന്ദം അത് എനിക്കും കൂടെ പകർന്നു തരും, അത് എങ്ങനെയാണ് എനിക്ക് നേടാൻ
നേടാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ രവി മഹർഷി പറയാണ്, ഞാൻ സദാസമയം ധ്യാനയോഗത്തിലാണ്, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോ അങ്ങനെ ആ ഭഗവാനെ ധ്യാനത്തിലിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ മഹാരാജാവ് ചോദിച്ചു, എങ്ങനെ ധ്യാനയോഗത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കും? അപ്പൊ ആദ്യം തന്നെ നീ അതിൻ്റെ ജ്ഞാനം നേടണം. അതിന് നീ ഭഗവത്ഗീതയുടെ 6-ാം അധ്യായം വായിക്കണം. അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ യമ, നിയമ, ധാരണ, ധ്യാന, പ്രാണായാമ, പ്രത്യാഹാര, സമാധി, അങ്ങനെ എല്ലാ പടിപടിയായിട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം നീ പരിശീലിച്ചു കഴിയുമ്പോൾ നിനക്കും ഞാൻ അനുഭവിക്കുന്ന അതേ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുവഴി നിനക്ക് ഭഗവത് പ്രാപ്തി നേടാനായിട്ടും സാധിക്കും എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ രാജാവും ദിവസം ഈ ഭഗവത്ഗീത 6-ാം അധ്യായം വായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആദ്യം തന്നെ പ്രൊമോഷൻ കിട്ടിപ്പോകുന്നത് രാജാവാണ്, ജനശ്രുതി രാജാവാണ്. കാരണം അദ്ദേഹം അത്രയും ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ടാണ് ഭഗവത്ഗീത 6-ാം അധ്യായം വായിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ രാജാവിന് പ്രൊമോഷൻ കിട്ടിപ്പോയി. അതിന്റെ പിറകെ തന്നെ ഈ രവി മഹർഷിക്കും പ്രൊമോഷൻ കിട്ടി, അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് ഈ 6-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ അഷ്ടാംഗയോഗം അല്ലെങ്കിൽ ധ്യാനയോഗം, അത് ശ്രീല പ്രഭുപാദർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു ധ്യാന മുറയാണ് ഈ ധ്യാനയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി എല്ലാവരും ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാത്മാവിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ അവസാനം സമാധി, അഷ്ടാംഗയോഗത്തിലെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് സമാധി. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള കൃഷ്ണാബോധത്തിൽ അങ്ങനെ സമാധിയിൽ പരിണമിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ധ്യാനയോഗം പരിശീലിക്കുന്നത് എന്നുള്ളതാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. പക്ഷേ ഈ അഷ്ടാംഗയോഗ പ്രോസസ്സിൽ കൂടെ പോകാതെ തന്നെ നമുക്ക് ഭക്തിയോഗം പരിശീലിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ധ്യാനയോഗത്തിൽ നിന്ന് ലഭിക്കുന്ന ഫലം എന്താണ്? അതേ ഫലം തന്നെ ഈ ഒരേ ഒരു കാര്യം കൊണ്ട് ഭഗവത് തിരുനാമം ജപിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് നേടാൻ സാധിക്കും എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അപ്പൊ ധ്യാനയോഗം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുണ്ടെങ്കിലും അതിനേലും പ്രാധാന്യം അറിയിക്കുന്നതാണ് ഭക്തിയോഗം എന്നുള്ളതാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അപ്പൊ ധ്യാനയോഗത്തില് ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ും 47 ശ്ലോകങ്ങളാണ് 6-ാം അധ്യായത്തില് ഉള്ളത്. ശ്ലോകം 1. ശ്രീ ഭഗവാൻ ഉവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സന്യാസി ച യോഗി ച ന നിരഗ്നിർ ന ചാക്രിയഃ. ശ്രീ ഭഗവാൻ ഉവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സന്യാസി ച യോഗി ച ന നിരഗ്നിർ ന ചാക്രിയഃ. ശ്രീ ഭഗവാൻ ഉവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സന്യാസി ച യോഗി ച ന നിരഗ്നിർ ന ചാക്രിയഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാൻ ഉവാച അനാശ്രീത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സന്യാസി ച യോഗി ച ന നിരഗ്നിർ ന ചാക്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച അനാശ്രിതാ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സന്യാസി ച യോഗി ച ന നിരഗ്നിർ ന ചാക്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ
സ സന്യാസി ച യോഗി ച നിരാഗ്നിർന ചാക്രിയഃ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച നിർണചാക്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാൻ വാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച നിർനചാക്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഓം നമോ ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച നിരഗ്നിർന ചാക്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി ച യോഗി ച നിരഗ്നിർന ചാക്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാരുടെ വിവർത്തനവും ഭാവാർത്ഥവും. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മഫലം കർമ്മത്തിന്റെ ഫലത്തിൽ അനാശ്രിത ആസക്തിയില്ലാതെ യഹ ഏതൊരാളാണോ കാര്യം ധാർമ്മിക ബാധ്യതയെന്ന നിലയിൽ കർമ്മത്തെ കരോതി ചെയ്യുന്നത് സഹ അവൻ സന്യാസിയും യോഗിച്ച യോഗിയുമായി ഭവിക്കുന്നു. നിരഗ്നിർ ന അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ അക്രിയ ഛന കർമ്മം ചെയ്യാത്തവനോ അല്ല. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ഏതൊരാളാണോ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മത്തെ ചെയ്യുന്നത് അവൻ സന്യാസിയും യോഗിയുമായി ഭവിക്കുന്നു. അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കർമ്മം ചെയ്യാത്തവനോ അല്ല. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനാശ്രിത, അതായത് കർമ്മബലത്തിനെ ആശ്രയിക്കാത്തവർ അല്ലെങ്കിൽ കർമ്മബലത്തിനോട് ആസക്തി ഇല്ലാത്തവർ. അപ്പോ ഇവിടെ ഭക്തന്മാരെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാല് അവര് ഭഗവാൻ എന്തെങ്കിലും സേവനം ചെയ്യുമ്പോൾ അത് പകരം ഒന്നും തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ല ചെയ്യുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും തന്നെയില്ല. അവര് എന്തെങ്കിലും ഭഗവാനുമായിട്ട് സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അവര് പകരം ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. അതിനാണ് ഭക്തി എന്ന് പറയുന്നത്, അന്യാഭിലാഷിത ശൂന്യം. അതുപോലെ തന്നെ അവർക്ക് അതിനോട് ആസക്തിയും ഇല്ല. അവര് ഭൗതികമായിട്ട് അവർ എന്ത് തന്നെ നേടിക്കഴിഞ്ഞാലും അതിനോട് അവർക്ക് യാതൊരു തരത്തിലുള്ള ആസക്തിയുമില്ല. അനാസക്തസ്യ വിഷയ, ഇതെല്ലാം ഭക്തി രസാമൃത സിന്ധുവില് പറയുന്നുണ്ട്. അപ്പോ അവര് യാതൊരു ഉപാധികളും ഇല്ലാതെ, ഇപ്പൊ മറ്റുള്ളവർ ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭഗവാൻ ഇപ്പൊ ഒരു പൂജ ചെയ്യുമ്പോൾ പകരം അവരെന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കും ചെയ്യുന്നത്. പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 1 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന 1 കോടി രൂപയായിരിക്കും. അപ്പോൾ അതിനെയാണ് ആശ്രിത എന്ന് പറയുന്നത്, കർമ്മബല ആശ്രിത. കർമ്മബല ആശ്രിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിദ്യാർത്ഥികൾ അവര് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് നല്ലൊരു ജോലി കിട്ടണം. നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ വെറുതെ ജോലി സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്ത് വെറുതെ തിരിച്ചു വരില്ല അവർ ഉദ്ദേശിക്കുന്നത്. ആ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ അതിൽ കൂടുതലോ അവർക്ക് കിട്ടണം എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ പഠിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഇപ്പോ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ പഠിപ്പിക്കുന്നത്? ഇന്നത്തെ കാലത്ത് അത് വളരെ കുറവാണ്. നല്ല രീതിയിൽ നല്ല സ്വഭാവവൽക്കരണം അതൊന്നുമില്ല. എങ്ങനെയും ജോലി ചെയ്ത് 4 കാശുണ്ടാക്കണം. പലരും പറയുന്നതാണ്, നമ്മള് ഇറക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടണ്ടേ എന്ന് പറയും മക്കളെ പഠിപ്പിക്കുമ്പോൾ. അപ്പൊ അതിനു വേണ്ടി അവർക്ക് നല്ല ജോലി നേടണം, ആ ഒരു ആഗ്രഹത്തോട്ടാണ് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നത് തന്നെ. ഇപ്പോ രാഷ്ട്രീയ നേതാക്കളാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ സേവനം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാട്ടിക്കൂട്ടലുകൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ആ പൊസിഷൻ കിട്ടണം, മന്ത്രിയാവണം അല്ലെങ്കിൽ MLA ആവണം.
ആ ഒരു പ്രതീക്ഷ ഇട്ടുകൊണ്ടാണ് അവർ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് ആശ്രിത എന്ന് പറയുന്നത്, കർമ്മത്തിന്റെ ഫലത്തിനെ ആശ്രയിക്കുന്നത്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? അനാശ്രിത, കർമ്മഫലത്തിനോട് ആസക്തി ഇല്ലാത്തവര്, സർവോപാധി വിനിർമുക്തം, അവർക്ക് യാതൊരു ഉപാധികളും തന്നെയില്ല. അപ്പോ അങ്ങനെയുള്ളവരാണ് ഭക്തന്മാർ. അപ്പൊ അവര് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അവർ കർമ്മം ചെയ്യുന്നുണ്ട്, അതായത് കർമ്മഫലത്തിനോട് ആസക്തി ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവര് തന്നെ, അവരാണ് സന്യാസി അല്ലെങ്കിൽ അവരാണ് യോഗി എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. പ്രഹ്ലാദ് മഹാരാജാവ് അങ്ങനെ പ്രഹ്ലാദ് മഹാരാജാവിന് വേണ്ടി നരസിംഹദേവൻ പില്ലറിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പിതാവിനെ വധിച്ചതിന് ശേഷം പ്രഹ്ലാദ് മഹാരാജാവ് നരസിംഹദേവനെ ശാന്തനാക്കി. അപ്പോ അവനെ പിടിച്ച് മടിയിലിരുത്തിക്കൊണ്ട്, കുട്ടി നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു, അതും അന്യ ആൾക്കാരിൽ നിന്നല്ല, നിന്റെ പിതാവിൽ നിന്ന് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. അപ്പോ ഇതൊന്നും നിനക്ക് നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല, നീ എൻ്റെ ഭക്തനായത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഇത്രയും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നത്. അപ്പൊ അതിന് പകരമാണ്, നിന്റെ ആ ഭക്തിക്ക് പകരമായിട്ട് ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത് എന്നാണ് നരസിംഹദേവൻ പ്രഹ്ലാദ് മഹാരാജാവിനോട് ചോദിച്ചത്. അപ്പോ പ്രഹ്ലാദ് മഹാരാജ പറഞ്ഞു, വരം ന യാചേ, എനിക്ക് യാതൊരു വരവും ആവശ്യമില്ല, അങ്ങയോട്ടുള്ള ആ ഭക്തി അത് എനിക്ക് എല്ലാ കാലവും അത് എന്നിൽ ഉണ്ടാകണം, ആ ഒരു വരം മാത്രമേ എനിക്ക് വേണ്ടൂ എന്നാണ് പറയുന്നത്. അപ്പോ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഭക്തി, കറകളഞ്ഞ ഭക്തി, അഹൈതുകി ഭക്തി. അപ്പോ പക്ഷേ അവ്യക്തവാദികൾ, ഭഗവാന് രൂപം ഇല്ല എന്ന് വിചാരിക്കുന്നവർ, അവരെല്ലാം ഭഗവാന്റെ ആ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ യോഗികള് അങ്ങനെയല്ല, യോഗികൾ ബ്രഹ്മവും അല്ല, അവര് ചില സിദ്ധികള് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അനിമ, ലഘിമ, മഹിമ, പ്രാപ്തി, അങ്ങനെ ഒരുപാട് സിദ്ധികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അഷ്ടസിദ്ധികൾ എന്നാണ് അതിനെ പറയുന്നത്, അഷ്ടസിദ്ധികൾ. ഇപ്പോ വിശ്വാമിത്രൻ ഒരു പനമരത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അത്ര. അപ്പോ വിശ്വാമിത്രൻ പറയുന്നത്, ഒരു അമ്മയുടെയും അച്ഛൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട്, എനിക്ക് എൻ്റെ യോഗസിദ്ധി കൊണ്ട് എനിക്ക് പനമരത്തിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും എന്നുള്ള വിശ്വാമിത്രൻ കാണിച്ചു കൊടുത്തു. അപ്പൊ അതിനാണ് ഈ സിദ്ധികൾ എന്ന് പറയുന്നത്. അനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഭാരം കൂട്ടുക, ലഘിമ എന്ന് പറഞ്ഞാൽ തീരെ ഭാരം ഇല്ലാതാക്കുക, അങ്ങനെ ഒരുപാട് സിദ്ധികൾ, അഷ്ടസിദ്ധികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ യോഗികളൊക്കെ അങ്ങനെ ഈ ധ്യാനത്തിലിരിക്കുന്നത് അത് അവരെന്തും സിദ്ധികൾ നേടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അവിടെ 400-500 വർഷമായിട്ട് ധ്യാനത്തിലിരിക്കുന്നവർ. ഇത്രയും വർഷമൊക്കെ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് കാണിച്ചു തരാണ് നമുക്ക് അത്രയും വർഷം ജീവിച്ചിരിക്കാനായിട്ട് സാധിക്കും. അരമണിക്കൂറൊക്കെ അവർക്ക് മരിച്ചതുപോലെ കിടക്കാനായിട്ട് സാധിക്കും. നമ്മളെ കൊണ്ട് നമുക്ക് ഒരു 10 സെക്കൻഡ് സാധിക്കില്ല, അല്ലെ? പക്ഷെ ഈ യോഗികൾക്ക് അവർക്ക് അരമണിക്കൂർ 1 മണിക്കൂർ ഇങ്ങനെ ശ്വാസം ഇല്ലാതെ അങ്ങനെ കിടക്കാനായിട്ട് പറ്റും. ഒരിക്കലും ഒരു യോഗി ഇതുപോലെ രാധാ മഹാരാജ് എഴുതിയിരിക്കുന്നത്, ഒരു യോഗി ഇതുപോലെ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി, അദ്ദേഹം നേരത്തെ തന്നെ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പറിലും എല്ലാം. അപ്പൊ അങ്ങനെ ഒരുപാട് പത്രക്കാരും TV-ക്കാരും എല്ലാം വന്നിട്ട് അദ്ദേഹം അങ്ങനെ മരിച്ചു കിടക്കുകയാണ് ചെയ്തത്. അപ്പൊ ഡോക്ടർമാർ ഒന്ന് സർട്ടിഫൈ ചെയ്തു, ഇദ്ദേഹത്തിന് ശ്വാസം പോയി സർട്ടിഫൈ ചെയ്തു. അതിന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വനത്തിനകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള യോഗസിദ്ധികൾ ഉള്ളവർ ഇപ്പോഴും ഉണ്ട് ഇന്നത്തെ കാലത്ത്, 400 വർഷമൊക്കെ ആയിട്ട് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ജീവിത ദൈർഘ്യം കൂട്ടാനും, കാരണം ജീവിത ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്ര ശ്വാസം എന്നുള്ളത് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ശ്വാസം നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിത ദൈർഘ്യം തീർന്നു. ഇപ്പോ അഷ്ടാംഗ യോഗമൊക്കെ പരിശീലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ശ്വാസം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒരു 5 മിനിറ്റൊക്കെ ആ ശ്വാസം അങ്ങനെ പിടിച്ചു നിർത്തും. അപ്പൊ അവരുടെ ജീവിത ദൈർഘ്യം കൂടും. ഇപ്പൊ നായ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 14 വർഷമൊക്കെ ജീവിച്ചിട്ടുള്ളൂ നായ. കാരണം നായ ഓടുമ്പോ കണ്ടിട്ടില്ലേ, എന്ന് പറഞ്ഞിട്ട് ശ്വാസം വലിച്ചുകൊണ്ടാണ് നായ ഓടുന്നത്. അപ്പോ അവരുടെ ആ ജീവിതം അത്ര പെട്ടെന്ന് തീർന്നു പോകും. അതേസമയം യോഗികൾ എന്ന് പറഞ്ഞാൽ അവർ ശ്വാസം പിടിച്ചു നിർത്തുന്ന കാരണം അവർക്ക് ഒരുപാട് വർഷങ്ങൾ ജീവിച്ചിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഓരോ സിദ്ധികൾക്ക് വേണ്ടിയിട്ട് യോഗികൾ ധ്യാനത്തിലിരിക്കുന്നവരുണ്ട്.
പക്ഷെ ഭക്തന്മാര് മുക്തി പോലും ആഗ്രഹിക്കുന്നില്ല എന്നവർ. ഇതിന് മഹാപ്രഭു പറയുന്നുണ്ട്, എനിക്കൊന്നും തന്നെ വേണ്ട, ന ധനം ന ജനം ന സുന്ദരിയും കവിതാം വാചകദീശയെ കാമയെ മമ ജന്മനെ ജന്മനേശ്വരെ ഭവതാത് ഭക്തിരഹൈതി. എനിക്ക് ജന്മജന്മാന്തരങ്ങളായിട്ട് അങ്ങോട്ടുള്ള ഭക്തി മാത്രം മതി എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭു പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഭക്തന്മാരെ സംബന്ധിച്ചിട്ട് ഈ ധ്യാനയോഗം എന്ന് പറയുന്നത് ഒരു പ്രാധാന്യം അർഹിക്കുന്ന വിഷയം അല്ല എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നത്. കാരണം ഈ ധ്യാനയോഗം എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ ഓരോ കോശങ്ങളുടെ ആ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ധ്യാനയോഗം ചെയ്യുന്നത്. ഇപ്പൊ അന്നമയ കോശം, പ്രാണമയ കോശം, ജ്ഞാനമയ കോശം, അല്ലെങ്കിൽ വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, അങ്ങനെ ഓരോ കോശങ്ങൾ. ഇപ്പോ പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിട്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഭക്തി പരിശീലിക്കുന്നതുകൊണ്ട് നേടാനായിട്ട് സാധിക്കുന്നു ശ്രീല പ്രഭുപാദർ പറയുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അന്നമയ കോശം, നമ്മള് ഭഗവാന് നിവേദിച്ച പ്രസാദം കഴിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനെ അഭിഷേകം ചെയ്ത ആ തീർത്ഥം നമ്മൾ ഭുജിക്കുന്നതുകൊണ്ട് നമ്മളുടെ ഈ അന്നമയ കോശം അത് ഡെവലപ്പ് ആവും എന്ന് പറയുന്നുണ്ട് ശ്രീ പ്രഭുപാദർ. അപ്പോ ഇപ്പോ ഒരു അമ്മയുടെ പാല് കുടിക്കുന്ന ഒരു കുട്ടിക്ക്, അമ്മയുടെ പാല് മാത്രം കുടിക്കുന്ന ഒരു കുട്ടിക്ക് ഇതെങ്ങനെ സാധ്യമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അമ്മ കഴിക്കുന്നത് പ്രസാദം ആണെന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ ആ മുലപ്പാലും അത് പ്രസാദമായിട്ട് മാറും. അപ്പൊ അങ്ങനെ ആ കുട്ടി കുടിക്കുന്ന പാല് അതും പ്രസാദം തന്നെയാണ് എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അപ്പോൾ പ്രസാദ സേവ കൊണ്ട്, തീർത്ഥ സേവ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അന്നമയ കോശം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. പിന്നെ പ്രാണമയ കോശം, കാരണം നമ്മൾ ഈ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ, 4 യമനിയമം. അപ്പോൾ അതുവഴി നമ്മളുടെ ആ പ്രാണമയ കോശം ഡെവലപ്പ് ആവും. പിന്നെ മനോമയ കോശം, നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുകൊണ്ട് നമ്മുടെ മനോമയ കോശം ഡെവലപ്പ് ആവും. പിന്നെ ജ്ഞാനമയ കോശം, നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം, ശ്രീല പ്രഭുപാദരുടെ ബുക്സുകൾ ഇതെല്ലാം വായിക്കുന്നുകൊണ്ട് നമ്മളുടെ ആ ജ്ഞാനമയ കോശം ഡെവലപ്പ് ആവും. പിന്നെ നമ്മൾ ഇത് വായിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുക ചെയ്യുന്നത് ഭക്തിയുത സേവനം. അതുവഴി നമ്മുടെ വിജ്ഞാനമയ കോശവും ഡെവലപ്പ് ആവും. ഇത് എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ബ്ലിസ്ഫുൾ ആണ്, നമ്മൾ എപ്പോഴും ആനന്ദത്തിലാണ്, നമ്മുടെ ആനന്ദമയ കോശവും ഡെവലപ്പ് ആവും. അപ്പോ ഈ മറ്റുള്ളവർ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ ധ്യാനത്തിലിരിക്കുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിട്ട് ഭക്തിയുത സേവനം പരിശീലിക്കുന്നതുകൊണ്ട് മാത്രം ഇതെല്ലാം നേടാൻ സാധിക്കും എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അപ്പോ ഭക്തനെ സംബന്ധിച്ചിട്ട് ധ്യാനയോഗത്തിലും പ്രധാനമാണ് ഭക്തിയുത സേവനം. നമ്മൾ ഈ ധ്യാനയോഗത്തിന്റെ പിറകെ പോകേണ്ട കാര്യം ഇല്ല എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭഗവാൻ അർജുനനോട് ഈ അധ്യായത്തില് എന്താണ് ഈ ധ്യാനയോഗത്തിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ 47 ശ്ലോകങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോ ഇവിടെ ഈ ശ്ലോകത്തില് അവസാനത്തെ 2 ലൈനിൽ എന്താ പറയുന്നത്? ഭഗവാൻ ന നിരാഗ്നിർ ന അക്രിയാച്ച എന്ന് പറയുന്നത്. അതായത് നമുക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങള് നമ്മൾ ചെയ്യാതിരിക്കരുത്. ഇവിടെ അർജുനോട് അതാ പറയുന്നത്, നിനക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ, നീ ഒരു ക്ഷത്രിയനാണ്, അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. അപ്പൊ നമ്മൾ വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കരുത്. അതുപോലെ തന്നെ അക്രിയാചന, നമ്മൾ ഒന്നും ചെയ്യാം. ചിലർ പറയും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോ ഫലം, ഇപ്പൊ പാപമായാലും പുണ്യമായാലും എന്തെങ്കിലും തരത്തിലുള്ള ഫലമുണ്ടാവും, എനിക്കത് വേണ്ട, അതുകാരണം ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോ അതല്ല ഭഗവാനോട് പറയുന്നത്, അതൊന്നുമല്ല പ്രധാനം. നിങ്ങള് ഒരു എന്നില് മനസ്സർപ്പിക്കുക, അതാണ് പ്രധാനം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ധ്യാനം ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവരാണ് സന്യാസി, അങ്ങനെയുള്ളവരാണ് യോഗി എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 2. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹി സന്യസ്തന സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ
ന ഹി സന്യസ്തസങ്കൽപ്പോ സന്യസ്തസങ്കൽപ്പോ യോഗി ഭവതി കശ്ചന യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ ന ഹി സന്യസ്തസങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിധി പാണ്ഡവ ന ഹി സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നാഹി സന്യസ്തസങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യം സന്യാസം യോഗം തം വിധി പാണ്ഡവാ നാഹിസ്യ സന്യസ്ത യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യാ സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. യം നമോ ഭഗവതേ വാസുദേവായ. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യ സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം ദേവാസുദേവായ. യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യ സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യം സന്യാസാമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹ സന്യസ്തസങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാന്റെ വിവർത്തനവും ഭാവാർത്ഥവും. പാണ്ഡവ, ഹേ പാണ്ഡവ, യം യാതൊന്നിനെ സന്യാസം ഇതി സന്യാസം എന്ന് പ്രാഹുഹു പറയുന്നുവോ തം അതിനെ യോഗം പരമപുരുഷനുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് വിദ്ധി നീ അറിഞ്ഞാലും. ഹി എന്തെന്നാൽ അസന്യസ്ത സങ്കൽപ്പ ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ കശ്ചന ഒരാളും യോഗിയായി ന ഭവതി ഭവിക്കുന്നില്ല. ഹേ പാണ്ഡവ, യാതൊന്നിനെ സന്യാസം എന്ന് പറയുന്നുവോ അതിനെ പരമപുരുഷനുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് നീ അറിഞ്ഞാലും. എന്തെന്നാൽ ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ ഒരാളും യോഗിയായി ഭവിക്കുന്നില്ല. സന്യാസം ഇതി. അപ്പൊ എന്താണ് സന്യാസം? ശ്രീലപ്രഭുവായൊരു ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണ്? സന്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവാത്മാവ് എന്ന നിലയിൽ നമ്മുടെ മൂലസ്വരൂപം എന്താണ് എന്നുള്ളത് നാം അറിഞ്ഞിട്ട് അതനുസരിച്ചിട്ട് നാം പ്രവർത്തിക്കുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ മൂലസ്വരൂപം? ജീവേര സ്വരൂപമായ കൃഷ്ണേര നിത്യദാസ. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മമൈവാംശോ ജീവബോധേ ജീവലോക സനാതന എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളെല്ലാവരും, ഈ ഭൗതിക ലോകത്തുള്ള എല്ലാവരും തന്നെ എന്റെ മമ ഏവാംശ, എന്റെ തന്നെ അംശങ്ങളാണ് എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അപ്പോ അങ്ങനെ നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രവൃത്തി എന്തായിരിക്കണം? അംശത്തിന്റെ പ്രവൃത്തി എന്തായിരിക്കണം? ഒരു പൂർണ്ണത്തിനെ സേവിക്കലായിരിക്കണം അംശത്തിന്റെ പ്രവൃത്തി. അപ്പോ എന്താണ് ഋഷികേശ സേവനം? അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഭഗവാന് സേവനം ചെയ്യുന്നത്, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോ
ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത് എന്താണ്? അങ്ങനെ മൂലസ്വരൂപം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നാം പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തില് ഒരു സന്യാസിയാകുന്നത് എന്ന് പറയുന്നത്. അപ്പോ അതിനെ തന്നെയാണ് യോഗം എന്ന് പറയുന്നത് എന്ന് ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. കാരണം ഒരു യോഗിയെ സംബന്ധിച്ചിട്ട് അസന്യസ്ത സങ്കല്പ, അതായത് ഇന്ദ്രിയ സുഖങ്ങളിലുള്ള ആ തൃഷ്ണ ഉപേക്ഷിക്കാതെ ഒരിക്കലും ഒരാൾക്കും യോഗിയാകാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ യോഗ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ യോഗ ടീച്ചർ പറയും, നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ഇവിടെ വരുന്ന ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ചായയും കാപ്പി കുടിക്കാൻ പാടില്ല, നോൺ വെജ് കഴിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. കാരണം അതിനോടുള്ള ആ തൃഷ്ണ ഉപേക്ഷിക്കാതെ ആ യോഗം പരിശീലിക്കാനായിട്ട് സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. കാരണം നമുക്ക് ശ്രീ പ്രഭുപാദർ ആ 4 യമ നിയമങ്ങള് പറഞ്ഞു തന്നിരിക്കുന്നത് കാരണം നമ്മളുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമാണ് ഇതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിനു വേണ്ടി പ്രത്യേകിച്ച് പ്രയത്നപ്പേര്. പക്ഷെ സാധാരണക്കാർക്ക് അങ്ങനെയല്ല. അവർക്ക് ഇത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനമാണ്. രാവിലെ ചായ കുടിക്കാതെ എങ്ങനെയാണ് ആ ദിവസം തുടങ്ങുന്നത്? എനിക്ക് ഞാനും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ അതെല്ലാം ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് യോഗ അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെടുത്തുന്ന ആ പ്രോസസ്സിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അതിനെ തന്നെയാണ് ആ സന്യാസത്തിന്, അതിനെയാണ് യഥാർത്ഥത്തിൽ സന്യാസം എന്ന് പറയുന്നത്. ആ സന്യാസത്തിനെ തന്നെയാണ് യോഗം എന്ന് പറയുന്നത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ എന്താ പറയുന്നത് ശ്രീരാപരവാർ? ഇപ്പൊ ഒരാളിപ്പോ ഒരു സ്ഥലത്ത് ഇപ്പൊ കണ്ണടച്ചിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കാവ്യ വസ്ത്രം ധരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സന്യാസ ദണ്ഡ് സ്വീകരിച്ചുകൊണ്ടോ ഒരാള് സന്യാസി ആകുന്നില്ല. ഇതെല്ലാം സ്വീകരിച്ചതിന് ശേഷം ഭൗതിക വിഷയങ്ങളുടെ പിറകെ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പോകുമ്പോഴാൾ ദണ്ട് ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് അവർ പോകും. അല്ലെങ്കിൽ ഇപ്പൊ കാവ്യവസ്ത്രം അഴിച്ചു വെച്ചിട്ട് അവര് ഒരു ആവശ്യം നമ്മൾ വിചാരിക്കാൻ പോലും പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോകുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവര് സന്യാസിമാരല്ല എന്നാണ് ശ്രീരാപ്രഭുപാദർ പറയുന്നത്. അപ്പോ ശ്രീരാപ്രഭുപാദർ പല സ്ഥലത്തും പറയുന്ന കാര്യമാണ്. ഒരുപാട് യോഗികളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഈ ഭാഗവത കഥകൾ പറയുന്നവരുണ്ട്. അവരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ്. ഇപ്പൊ യോഗ ക്ലാസ് പഠിപ്പിക്കുന്നത് അതിനൊക്കെ ഫീസ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതല്ല യോഗം. യോഗം എന്ന് പറയുന്നത് പരമപുരുഷനുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത്. അല്ലാതെ ഈ കുറച്ച് ശാരീരികമായിട്ടുള്ള ആ എക്സസൈസുകൾ പഠിക്കുന്നതല്ല യോഗം. അപ്പോ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗം എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭഗവാൻ തന്നെ 9-ാം അധ്യായത്തിൽ വരുമ്പോ പറയുന്നുണ്ട്, യത്കരോഷി യദസ്നാസി യജ്ജുഹോസി ദദാസി യത്തപസ്യസി കൗന്ദേയ പുരുഷമതർപ്പണം എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ യദസ്നാസി നിങ്ങൾ എന്തൊക്കെ കഴിക്കുന്നുണ്ടോ, യജ്ജുഹോസി നിങ്ങൾ എന്തൊക്കെ ഹോമിക്കുന്നുണ്ടോ, യദ്ദദാസി നിങ്ങൾ എന്തൊക്കെ ദാനം ചെയ്യുന്നുണ്ടോ, യത്തപസ്യസി നിങ്ങൾ ചെയ്യുന്ന തപസ്, മത് പുരുഷ അതെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുക അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ യോഗം അല്ലെങ്കിൽ ധ്യാനം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ ദൈനംദിന കർമ്മങ്ങൾക്ക് ഭഗവാന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതിനെയാണ് യോഗം ധ്യാനം എന്ന് പറയുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 3-ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം പഠിപ്പിച്ചതിലോ അല്ലാത്തതയോ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഒന്നുമില്ല. ശ്രീരാപ്രഭുപാദരുടെ ഭാവാർത്ഥം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും സംശയം വരില്ല. അതെ, പ്രഭുപാദ് പറയുന്നത് അനുസരിച്ചാല് സംശയം വരില്ല. ഇത്
അതാണ് സംശയം വരാൻ കാര്യം, അനുസരണ ഇല്ലാതെ വരുമ്പോ. ഹരേ കൃഷ്ണ. അപ്പൊ വരിക പ്രഭുജിക്കും പ്രഭുജിയുടെ ഫാമിലിക്ക് ഇനിയും തടസ്സമില്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ സത്സംഗം തരാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ ഹരേ. രാമ രാമ ഹരേ 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 രാമ ഹരേ രാമ കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. പഞ്ചകൽപതരുഭിശ്ച കൃപാ സിന്ധുഭ്യേവ ച भावनेभ्यो वैष्णवेभ्यो नमो नमः। अनंत गौर वैष्णव की जय, हरिनाम संकीर्तन की जय। जय श्री पद्मनाभ स्वामी की जय. हरे जय कृष्ण. हरे कृष्ण। हरे कृष्ण प्रभु।